അനുദിന വിശുദ്ധർ ഫെബ്രുവരി 25 വിശുദ്ധ ടാരാസിയൂസ്. ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ഒരു പ്രജയായിരുന്നു വിശുദ്ധ ടാരാസിയൂസ്. അദ്ദേഹം പിന്നീട് സാമ്രാജ്യത്തിലെ ഉന്നത പദവികളിലൊന്നായ കോൺസുലർ പദവിയിലേക്കും അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ ഐറീൻ്റെയും സെക്രട്ടറിയായി നിയമിതനാവുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായി വിശുദ്ധനെ തിരഞ്ഞെടുത്തപ്പോൾ വിശുദ്ധ ചിത്രങ്ങളെ ആദരിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടാമെന്ന ഉറപ്പിന്മേലാണ് വിശുദ്ധൻ ആ പദവി സ്വീകരിച്ചത്. ചക്രവർത്തിമാർ തമ്മിലുള്ള യുദ്ധങ്ങൾ നിമിത്തം കോൺസ്റ്റാന്റിനോപ്പിൾ പരിശുദ്ധ റോമൻ സഭയിൽ നിന്നും വിഭജിക്കപ്പെട്ട നിലയിലായിരുന്നു. 786 കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ അപ്പസ്തോലിക ദേവാലയത്തിൽ വെച്ച് ഈ യോഗം കൂടുകയുണ്ടായി. പിന്നീട് അടുത്ത വർഷം നൈസിൽ വെച്ചും ഈ യോഗം കൂടുകയും ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ പ്രമേയങ്ങൾ പാപ്പ അംഗീകരിക്കുകയും ചെയ്തു. തൻ്റെ ഭാര്യയിൽ നിന്നും വിവാഹമോചനത്തിനുള്ള അനുവാദം നിഷേധിച്ചതിനാൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ചക്രവർത്തിയുടെ ശത്രുതയ്ക്ക് പാത്രമായി അദ്ദേഹം മാറി. ഇതിനിടെ വിശുദ്ധ ടാരാസിയൂസ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഐറിൻ്റെ പതനവും നൈസോഫറസ് ഭരണം പിടിച്ചെടുത്തതിനും വിശുദ്ധ ടാരാസിയൂസ് സാക്ഷ്യം വഹിച്ചു. വിശുദ്ധ ടാരാസിയൂസിൻ്റെ മുഴുവൻ ജീവിതവും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമായിരുന്നു. തൻ്റെ പുരോഹിതരെയും ജനത്തെയും നവീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു. 21 വർഷവും 2 മാസവും വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയെ നയിച്ചു. പാവങ്ങളോടുള്ള വിശുദ്ധൻ്റെ അനുകമ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സവിശേഷ നന്മയായിരുന്നു. ഒരു ദരിദ്രനും തൻ്റെ ദാനധർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി കോൺസ്റ്റാന്റിനോപ്പിളിലെ എല്ലാ ഭവനങ്ങളും ആശുപത്രികളും വിശുദ്ധൻ നേരിട്ട് സന്ദർശിച്ചിരുന്നു. 806 മെത്രാൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആഗോള കത്തോലിക്ക സഭ ഫെബ്രുവരി 25 ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്.